ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആഹാ, ഇത് കൊള്ളാലോ. വല്ലാത്ത എൻട്രി ആയി പോയില്ലേ. നല്ല കാറ്റാണ് ഇവിടെ. കുറേ അധികം ദിവസമായാലും നമ്മൾ കണ്ടിട്ട്, ബിക്കോസ് ഞാൻ ബിസി ആയി പോയി. സാധാരണ വീക്കെൻഡ് മാത്രമാണ് വീട്ടിൽ വന്ന് പോയത്. ഇപ്പോൾ അല്ലാണ്ട് നമുക്കിങ്ങനെ വരേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തിരക്കിപ്പെട്ടു. പിന്നെ ലാസ്റ്റ് ഇയർ ആണ്, ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. എത്ര പെട്ടെന്നായോ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ചേർന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ബിരുദ വിദ്യാർത്ഥിനിയാവും. അങ്ങനെ ഒരു വാക്കില്ലേ, ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കയ്യിൽ നിന്നിട്ടതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഒരു വാക്കുണ്ടോ, ബിരുദ വിദ്യാർത്ഥിനി. ഓക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറച്ചൊക്കെ മടി പിടിച്ചു ഇരുന്നു. അതും പറയണമല്ലോ. എൻ്റെ ഈ സ്ക്രീനിൻ്റെ വിചാരം ഇപ്പോൾ സൺഡേ ആണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ രാവിലെ 9 മണിക്ക് നീറ്റ്. ഓക്കെ, സൺഡേ അല്ല, 9 മണിക്കൊക്കെ നീറ്റാൻ മതി. അപ്പോൾ 9 മണിക്ക് നീറ്റു. എന്നിട്ട് 9:30 വരെ തെരവാര നടന്നു. അതിന് ശേഷം ക്ലീനിങ് തുടങ്ങി. ഇപ്പോൾ 12 വരെ ക്ലീനിങ് ആയിരുന്നു. ഞാൻ അങ്ങനെയാണ് ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൃത്തിക്ക് തീരാണ്ട് ഞാൻ അവസാനിപ്പിക്കുകയില്ല. അപ്പം അങ്ങനെ അപ്പോൾ അത് ചെയ്തു. അതിന് ശേഷം കണ്ടപ്പോൾ ജലദോഷം പിടിച്ചു. എനിക്കും ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതുവരത്തെ വിശേഷം. കുളിച്ചിട്ടില്ല. ഇനി വേണം പോയി കുളിക്കണോ കഴിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ. നമ്മുടെ സ്പെഷ്യലാണ് ഗസ് വാട്ട്, നെയ്ച്ചോറും ചിക്കനുമാണ്. സോ അതിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ അത് കഴിക്കാണ്ട് എങ്ങനെ കുളിക്കാൻ പോകാൻ തോന്നാം. കഴിച്ചിട്ട് നമുക്ക് കുളിക്കാം. എനിക്കറിയാം ഈ കഴിച്ചിട്ട് കുളിക്കുന്നത് അത്ര നല്ലതല്ല. ഇറ്റ്സ് ഓക്കേടാ, ഇറ്റ്സ് ഓക്കെ. ഇടയ്ക്കൊക്കെ അങ്ങനെ ആവാം, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കുളിക്കണം. പിന്നെന്താ പരിപാടി നമുക്ക് കാണാം. ഞാൻ അപ്പോൾ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ഇങ്ങനെയാണൊന്ന് പോയി വൃത്തിക്ക് കുളിച്ച് ഒരുങ്ങി. ഓക്കെ. നടുവകയൊക്കെ ഇപ്പം എനിക്ക് നടുവക എടുക്കാനാണ് ഭയങ്കര ഇഷ്ടം. പണ്ടൊക്കെ നടുവക എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. ഇതൊക്കെ വലിയവർ എടുക്കുന്നതല്ലേ, പിള്ളേരൊന്നും എടുക്കേണ്ട, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് നടുവക ഇച്ചിട്ട് ഇങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് കട്ടി കൂടുതലോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും പറയും, ഇത്തിരിയും കൂടി മുടി ഒഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഫ്രീ ഹെയർ ഇടാം. അല്ലാണ്ട് ഇടുമ്പോൾ ഉണ്ടല്ലോ, കട്ടി ഇങ്ങനെ കൂടുതലും ആകുമ്പോൾ ഭയങ്കര ഇങ്ങനെ പ്രയത്നം പോലെ ഇരിക്കും. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഫ്രീ ഹെയർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം. എൻ്റെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കൊക്കെ നല്ല മുടിയാണ്. അതായത് ഞങ്ങൾ പരമ്പരാഗതമായി ഭയങ്കര സൗന്ദര്യമുള്ളവരാണ്. ബ്യൂട്ടീഷ്യനൊന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും ചില ആൾക്കാരൊക്കെ, സ്പാ ചെയ്തോ, എൻ്റെ എണ്ണ തേക്കണേ. ഹായ്. കൊണ്ടേ കൊടുക്കുക. ഞാൻ വീഡിയോ എടുക്കുക. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ പോയിട്ട് ഇവിടെ ഉണ്ടാക്കിയ നെയ്ച്ചോറ് ചിക്കനും വലിയ അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ട് വരാം. അമ്മ ഇവിടെ നിന്നെ നോക്കി പഠിപ്പിക്കുകയാണ് ഗൈസ്. വരുന്നോ ഒരു ഹായ് പറയാൻ? വേണ്ട, എൻ്റെ അമ്മയ്ക്ക് നാണം വന്നിട്ട് ഓടിപ്പോയി. അപ്പം ഞാനത് കൊടുത്തിട്ട് വരാം. വേറെ എന്തോ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു, മുടിയുടെ കാര്യം. വ്ളോഗ് എടുക്കണമ്മ. വരാ. അപ്പോൾ അതാ വരുന്നത്. ഇതൊന്ന് പറയട്ടെ. ഓക്കെ. അപ്പോൾ എന്ത് തയ്ക്കും ഇങ്ങനെ? എന്ത് ചെയ്ത മുടിയിൽ? സ്പാ ആണോ, വേറെ എന്തെങ്കിലും ആയുർവേദം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ശുഭം. എല്ലാം തടസ്സമാണല്ലോ ഉണ്ണി. പോട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കും, അപ്പോൾ ഞാൻ പറയും എൻ്റെ ഫ്ലോ പോയി. ഇല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ചോദിക്കും. എന്തായാലും അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കുളിക്കാറ് പോലും ഇല്ല. കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണേ? ഇത് മടിയാണ്. സ്കിൻ കെയർ ആണ് ഞാൻ ഇപ്പോൾ തുടങ്ങിയതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇവിടെയൊക്കെ മൊളിഞ്ഞ് തുടങ്ങി. ഈ ഡ്രൈ സീസൺ ആയിട്ട് ഞാൻ കുറേ ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതായി. ഡോക്ടറിനെ ഞാൻ ഓയിൻമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്, ശരിയാക്കാം. അപ്പോൾ അതൊക്കെയാണ്. ഞാൻ എന്തായാലും പോയിട്ട് അവിടെ കൊണ്ടേ കൊടുത്ത് കഴിച്ചിട്ട് വരാം. ഇതാട്ടോ.
വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എങ്ങടെ പോകണം എന്നുള്ളത് വിൽ സി. ഓക്കെ, നന്നായിണ്ട എൻ്റെ കുപ്പായ എന്ന് പറയില്ലേ. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാടം. ഈ വഴിയാണ് കേട്ടോ ഞാനൊക്കെ റോട്ടിലേക്ക് കയറാറ്. പണ്ട് എല്ലാവരും ഈ വഴിയായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള വഴിയൊക്കെ ശരിയാക്കി വണ്ടിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പം അധികം ആരും ഇങ്ങനെ ഈ വഴി യൂസ് ചെയ്യാറില്ല. ഞാൻ മാത്രമാണ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരാൾ. ഇത് ആക്ച്വലി നമ്മുടെ നൈബറുണ്ട് കുട്ടേട്ടൻ, അവരുടെ തൊടിയാണ്. അപ്പോൾ ഈ വഴി പോയിട്ട് അവരുടെ വീടിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് റോട്ടിലേക്ക് പോകാൻ. ഒരു 5 minutes വാക്ക് തന്നെ ഉള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് റോഡിലേക്ക്. ഇത് ഷോർട്ട് കട്ടാണ് ആക്ച്വലി. ഇവിടെ ഞാനൊരാളിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബ്രൂണോ. ഇവൻ ഇടയ്ക്ക് എന്നെ പേടിപ്പിക്കും കേട്ടോ. കാരണം ഞാൻ ബാഗൊക്കെ ഇട്ടിട്ട് പോവാണെങ്കിൽ കള്ളനാണ് കരുതിയിട്ടാ തോന്നുന്നു. ഭയങ്കര ഒരയായിരിക്കും. ഞാൻ ശരിക്കും ടെൻഷനാവും. കാരണം എനിക്ക് പട്ടികളെന്ന് പറഞ്ഞാൽ നല്ല പേടിയാണ്. കുറേ കഥകളുണ്ട്. അങ്ങനെ ഈ വഴി പോയി റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ചുകൂടി നടക്കണം റോഡ് എത്താൻ. കാണുമ്പോൾ കുറേ തോന്നും, പക്ഷേ കുറച്ചേ ഉള്ളൂ കേട്ടോ. പണ്ട് സ്കൂളിലേക്കൊക്കെ ഞാൻ ഈ വഴിയാണ് പോയിരുന്നത്. ഇതൊരു കുന്നാണ്, അതാണ് ഞാൻ കടന്ന് കിതയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ കുണ്ടൂർക്കുന്ന് റോഡ്. അവരൊക്കെ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാന്നല്ലേ കാണിച്ചു തരാം. ഇതാണ് ചേച്ചി, ഇത് ജിത്തുവേട്ടൻ, ഇത് നമ്മുടെ നന്ദു. ഇതൊക്കെ എൻ്റെ ഏട്ടൻ്റെ വൈഫും പിള്ളേരുമാണ്. നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടേക്കാണ് എത്തിയിരിക്കുന്നേ? മണ്ണാർക്കാടുള്ള ശിവശക്തി തിയേറ്റേഴ്സ്. യെസ്, നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. വാ കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ശരി ജിത്തോട്ടൻ തുടങ്ങാം. ജിത്തോട്ടൻ പറയൂ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹായ്, എൻ്റെ പേര് അശ്വിൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. എവിടെ? കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. ഓ, പിന്നെ പിന്നെന്താ, ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസർ ആണ് ഗൈസ്. ഇവർക്ക് ഒരു ചാനലൊക്കെ ഇല്ലേ? ഞങ്ങൾക്ക് ചാനൽ റെസണൻസ് ഡാൻസ് ക്രൂ. അതെ, എല്ലാരും വാച്ച് ചെയ്യണം. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാന്നൊക്കെ. പിന്നെ വെൽക്കം ബാക്ക് ഗായ്സ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞെത്തി. പ്രേമല്ലുവാണ് കാണാൻ പോയേ. നല്ല പടമായിരുന്നു കേട്ടോ. ലൈക്ക് അടിപൊളി പടം. കുറേ ചിരിച്ചു. ഈ രോമാഞ്ചം ടൈപ്പില്ലേ, അങ്ങനത്തെ ഒരു മൂവിയാണ്. നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാ ആക്ടേഴ്സും. പിന്നെ എനിക്ക് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ മമിത ബൈജു അല്ലേ, സോ അവളുടെ ഡ്രസ്സിങ് ഉണ്ടല്ലോ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡ്രസ്സിങ് സെൻസ്, നല്ല ഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഓവറോൾ ദ മൂവി വാസ് സോ ഗുഡ്. നല്ലൊരു എൻ്റർടൈനറാണ്. ഓക്കെ, ഫൺ, അങ്ങനെ നല്ല കുറേ ഇങ്ങനെ സ്റ്റോറി അങ്ങനത്തെ പരിപാടീസ് ഒന്നുമില്ല. ലൈക്ക് ഇത്രേ ഉള്ളൂ, ചിൽ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ അതാണ് പടത്തിനെ കുറിച്ച്. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഓക്കെ, അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ്. സോ എവരി വൺ ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ and subscribe. Okay.